വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് ചിക്കനും കുമ്പളങ്ങയും ചേർത്തിട്ട് നാടൻ രീതിയിലുള്ളൊരു കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, അതേപോലെ തന്നെ 5 കാന്താരി മുളക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് വഴറ്റി ബ്രൗൺ കളർ ഒന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇപ്പൊ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പൊടികൾ ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ ഫ്ലെയിം ചെറുതാക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് കാന്താരി മുളക് അതുപോലെ തന്നെ മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ട് അളവിൽ മാറ്റം നമുക്ക് വരുത്താം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ മസാലയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കിലോ ചിക്കൻ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസസ് ആണ്. മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 കിലോ കുമ്പളങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. ഇതെന്റെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല നെയ്ക്കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. നെയ്ക്കുമ്പളങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആവും കിട്ടുക. സാധാരണ കുമ്പളങ്ങ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ചിക്കനിലും കുമ്പളങ്ങയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ചിക്കനിന്നൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 തേങ്ങയിൽ നിന്നെടുത്ത തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാലും 3ാം പാലും കൂടി ചേർത്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തേങ്ങാപ്പാലിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ എന്തായാലും ചിക്കനിൽ നിന്നും കുമ്പളങ്ങയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ചിക്കനും കുമ്പളങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോഴത്തെ ചിക്കനും കുമ്പളങ്ങയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ മസാലയൊക്കെ പിടിച്ച് എല്ലാം നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തലപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ചൊർക്ക അഥവാ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തിള വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വിനാഗിരി ചേർക്കുന്നതാണ് ഈ കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിച്ചാലാണ് ടേസ്റ്റ് കൂടുക. ചോറ്, ചപ്പാത്തി, റൊട്ടി ഇതിന്റെയൊക്കെ കൂടി നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇത് സാധാരണ തൃശ്ശൂർ സൈഡിലാണെങ്കിൽ ചിക്കനും കുമ്പളങ്ങയൊക്കെ ചേർത്ത് കറി വെക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ മദറിലോ ആണ് എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ വീണ്ടും വേറെ അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.